നമസ്കാരം. ലോകത്തെ ശിഥിലമാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും ചെയ്ത മലാലയെ പോലുള്ള ധീര വനിതകളെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് നമുക്ക് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് മലയാള സിനിമയിൽ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തും ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു ക്യൂട്ട് കപ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. എന്തായാലും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ബോബൻ സാമുവൽ ആൻഡ് രശ്മി ബോബൻ. ഒരുപാട് നാളുകളായി രണ്ടുപേരെയും നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ കുറേ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നിങ്ങളുടെ ഒരു പുതിയ സന്തോഷമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, പുതിയ സന്തോഷം എന്നല്ല എന്നാലും നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ വിശേഷങ്ങളും ക്വസ്റ്റ്യൻസും ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സോ റെഡി അല്ലേ? ശരി, അപ്പോൾ എന്തായാലും നമുക്ക് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, റെഡി? ശരി. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ആഘോഷത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ചാനലുകൾ ഒരുമിപ്പിച്ച ഒരു താര ജോഡികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അതൊക്കെ ആ ഒരു ചാനലുകളിലൂടെയാണ് വളർന്നു വന്നത്. സോ ഒരു 21 വർഷമായി ഇപ്പോൾ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെ പോകുന്നു ഇത്രയും നാളത്തെ ഒരു ദാമ്പത്യ ജീവിതം? പിന്നെ 21 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ചക്കര പാല് തേനൊന്നും പറയാൻ പറ്റില്ല. അടി ഇടി ബഹളം. ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ പോസ്റ്റ് ഇട്ടത്. 21 years of ഡിഷും ആൻഡ് ബ്ലാ ബ്ലാ ബ്ലാ. അതെ. ഈ ബ്ലാ ബ്ലാ എന്ന് ഉദ്ദേശിച്ച് ചേട്ടൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കലപിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടിപിടി അങ്ങനെ ഹാപ്പി തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നു. ഈ അതായത് ഇൻഡസ്ട്രിയിൽ മൊത്തം ഇങ്ങനെ ഒരു, അതായത് ബോബൻ ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് എടിപിടിയും നടക്കണം എന്നൊരു തീരുമാനമുള്ള അങ്ങനെ ഒരു നിർബന്ധം ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കല്യാണം അതുപോലെ തന്നെയായിരുന്നു, എടിപിടിയും നടക്കണം. അതെ, അത് ഞാൻ പറയാം. ഇതുപോലെ ഞങ്ങള് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നേ ഉള്ളൂ, എനിക്കൊരു 5 വർഷം ഒന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ആശാന് അന്ന് 28 വയസ്സായ ചാരം. അപ്പൊ പറഞ്ഞു, ഇല്ല എനിക്ക് വീട്ടില് കല്യാണാലോചന നടക്കണമെന്ന് പറഞ്ഞു. 5 വർഷം അപ്പൊ ഞാൻ പിന്നെ ഒരു 3 കൊല്ലം അങ്ങനെ സംസാരിച്ച് ആ സംസാരിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരാഴ്ച ഞാൻ നോക്കുമ്പോ ഇൻഡസ്ട്രിയിൽ വന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടും വർക്കുകൾ പോകും, നമ്മളെക്കാൾ നല്ല അസോസിയേറ്റുമാരുണ്ടാവും. ഞാൻ കൈവിട്ട് പോകണ്ടല്ലോ എന്ന് കരുതി കൈയോടെ ട്രാപ്പ് ചെയ്തു. ആൻഡ് രശ്മി ചേച്ചിയുടെ ഫാമിലിയിൽ എന്തായിരുന്നു പറഞ്ഞത്? അതായത് ചെറിയൊരു പ്രായത്തിൽ കല്യാണം വേണ്ട, ഇപ്പൊ ഇത് ശ്രദ്ധിക്കുക? തീർച്ചയായിട്ടും പറയുള്ളൂ. ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, 20 പറയുന്നത് ചെറിയൊരു പ്രായമാണ്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയല്ലോ. പിന്നെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചൊരു ധാരണയില്ല, കാരണം അന്ന് ഡയറക്ടറും അല്ല, പിന്നെ രണ്ടുപേരും 2 മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറെ സംസാരിച്ചു കഴിഞ്ഞു, അച്ഛനെ പറ്റി അന്വേഷിച്ചപ്പോ അന്ന് ആരും ഒരു കുറ്റവും പറഞ്ഞു കൊടുത്തില്ല, ഒരു കുറ്റവും പറഞ്ഞില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തു. ആൾക്കാരോടാ ചോദിച്ചത്. ആൻഡ് കല്യാണം കഴിഞ്ഞു നിങ്ങള്, അതായത് കുഞ്ഞൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ചേച്ചി ഒരു വലിയ ബ്രേക്ക് എടുത്ത് കാണൂല. പിന്നെ ചേട്ടൻ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് വരുന്നത്? ആക്ച്വലി ഞാൻ ആദ്യം സിനിമയിലായിരുന്നു അസിസ്റ്റ് ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ സീരിയലിലേക്ക് വന്നത്. സീരിയലിലേക്ക് വന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ സിനിമയിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം വരുന്നില്ല, കാരണം ഇവിടെ ഇൻകം കറക്റ്റ് കിട്ടുന്നുണ്ട്. അന്ന് അവിടെ അങ്ങനെ വലിയ അസോസിയേഷൻ ഒന്നും അത്ര ഇതില്ല. ചില പടങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പോയാൽ പൈസ കിട്ടിയാലായി, വണ്ടിക്കൂലി മാത്രം തന്നിട്ട് പോകുന്ന അങ്ങനെ അവസ്ഥ വരുമ്പോ പിന്നെ നമുക്കൊരു ലൈഫ് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഞാൻ സീരിയലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ടൈമിൽ ഈ കെ രാജീവ് അടുപ്പിച്ച് ഹിറ്റ് സീരിയൽസ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, വേനൽമഴ, സ്വപ്നം, ഓർമ്മ. അപ്പൊ അങ്ങനെ എല്ലാം നമ്മൾ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സിനിമ പിന്നെ അങ്ങനെ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി ഞാൻ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അൽഫോൺസാമ എന്ന് പറയുന്ന സീരിയല്, ആ ടൈമിലാണ് ഈ പറയുന്ന പോലെ ഒരു ദിവസം എറണാകുളത്ത് വൈറ്റ് ഫോർട്ടിൽ വെച്ചിട്ട് ജയസൂര്യയുടെ വൈഫിനെ ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഈ അൽഫോൺസാമ ജയസൂര്യയുടെ വീട്ടിലെല്ലാരും കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ജയൻ ഇങ്ങനെ റിസപ്ഷനിലുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ടു, നമ്മളേതും വെച്ച് സിനിമ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. കിട്ടിയ പാട് പിന്നെ ആ ഒരു ജയനുമായിട്ട് പിന്നെ ആ ഒരു ബന്ധം കിട്ടിയത്. പിന്നെ 2-3 പടം നമ്മള് ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ ചേട്ടനെ, അതായത് ഇപ്പോഴും ട്രോളുകളിൽ ചില സീനുകളിലൊക്കെ, പഴയ സിനിമയുടെ സീനുകളിലൊക്കെ അവിടെ തൂണിച്ചാരി നിൽക്കുന്നു, പഴം കഴിക്കുന്ന ആളൊക്കെ ആയിട്ട് കണ്ടു. ഈ അഭിനയമോഹം അന്ന് മുതൽ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അഭിനയിക്കാനായിട്ടായിരുന്നു ആദ്യം വന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ തിരിച്ചറിവിന്റെ ഉണ്ടാവുന്നത് നല്ലതാണല്ലോ.
ചേച്ചി എങ്ങനെയാണ്, അതായത് സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം തന്നെ ആയിരുന്നോ കുഞ്ഞുനാളിൽ മുതൽ? അതോ പഠിച്ച് വലിയ ഭയങ്കര സംഭവങ്ങളൊക്കെ പഠിത്തം എന്ന് പറയുന്ന അച്ഛനും സാധനം അമ്മയ്ക്കും എന്റെ ഉണ്ടായിരുന്നു. നിഘണ്ടുവിലില്ല. അച്ഛനും അമ്മയ്ക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഒരു വലിയ ചേച്ചി കണ്ടപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആവാനായി അങ്ങനെയൊക്കെ എനിക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ. അതെല്ലേ? ഞാനിവിടെ ആക്ച്വലി അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ടു വാൻഡ്രത്ത് വന്നപ്പോഴാണ് ഇതുപോലെ കോമ്പയറിംഗ് അങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ശിവമോഹൻ തമ്പി സാറിന്റെ അസൂയപ്പൂക്കൾ എന്ന് പറഞ്ഞ സീരിയലാണ് എന്റെ ഫസ്റ്റ് വർക്ക്. അസൂയപ്പൂക്കൾ. അസൂയപ്പൂക്കൾ. മോഹൻ ചേട്ടൻ എന്താ പറയാറ് സിനിമകൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ? രശ്മിക്ക് ഒരു മസിൽ പിടുത്തമുണ്ടെന്ന് പറയും. മസിൽ പിടുത്തമുണ്ട്, അഭിനയത്തിലൊരു മസിൽ പിടുത്തമുണ്ട്. ഫ്രീ ആവും പക്ഷെ ഇത്രയും കൊല്ലമായിട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല എന്ന് മാത്രം. ബോബൻ ചേട്ടൻ പറഞ്ഞു പടുത്തു അല്ലേ? ഇനി ബോബൻ ചേട്ടൻ അതായത് ആദ്യ സിനിമയിൽ തന്നെ രശ്മി ചേച്ചിക്ക് ഒരു വേഷം, അപ്പം അത് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണോ അതോ രശ്മി ചേച്ചിയുടെ നിരന്തരമായിട്ടുള്ള ഒരു അല്ലല്ല, ഫസ്റ്റ് സിനിമയിൽ വേഷം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നിരന്തരം പിന്നെ ആകെ അഭിനയിച്ചത് അവസാനത്തെ സിനിമയിൽ മാത്രമാണ്. അത് പിന്നെ ഞാൻ അന്ത്യശാസനം കൊടുത്തു. ഇതിലെങ്കിലും ഒരു ക്യാരക്ടർ തന്നില്ല ഞാൻ ഇതിനകത്തൊരു അല്ല, ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഇരുന്ന് ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞു ഫുഡ് എടുത്തോണ്ട് എനിക്ക് ഏതെങ്കിലും മൂല പോയിരുന്ന് കഴിക്കാം. ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ കഴിച്ചോ ഇല്ല ഇനി കൂടെ കഴിക്കണം, എന്തൊക്കെ മെനക്കേടുകൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ ഒരു ആവശ്യം ടെൻഷൻ അടിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ, അല്ലാതൊന്നുമല്ല. ഇനി അടുത്ത സിനിമയിലും ഇതേപോലെ തന്നെ ഒരു അവസരത്തിന് വേണ്ടിട്ട് ചേച്ചി നമ്മൾ കരഞ്ഞോണ്ടിരുന്നാല് നമുക്ക് ഇപ്പൊ ഞാൻ മാറ്റിപ്പിടിച്ചു. നിങ്ങൾ എനിക്ക് വേഷം തരണ്ട, എന്റെ കഴിവറിയുന്ന ബാക്കിയുള്ള സംവിധായകരുണ്ടാവും, അവര് വിളിക്കും. ഇനി നിങ്ങളെ പടത്തിൽ അപ്പൊ നിങ്ങള് എന്നെ ഇത് ചെയ്യരുത്, അതായത് ചോദ്യം ചെയ്യാൻ വരരുത്, അത്രേ ഉള്ളൂ. ഈ ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കാൻ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്? അതായത് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാം ഒരു ഹ്യൂമർ ജോണറിലുള്ള ഞാൻ കൂടുതലും ഈ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന റിലാക്സ്ഡ് ആയിട്ടുള്ള സിനിമ. നമ്മളിപ്പോ ഒരു 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല, കണ്ട് രസിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള സിനിമകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷേ ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ അടുത്തത് ഉടനെ ചെയ്യാൻ പോകുന്നത്. ത്രില്ലർ ജോണറാണ്. ഇപ്പം വികടകുമാരനാണെങ്കിലും അതിനകത്തൊരു ഹ്യൂമർ ആണെങ്കിലും ഒരു ത്രില്ലർ മൂഡാണ്. അത് റോമൻസ് ആയാലും ഒരു ത്രില്ലർ മൂഡാണ്. പക്ഷെ അതിനൊരു ഹ്യൂമർ പരിവേഷം കൊടുത്തുകൊണ്ടാണ് അതൊരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിലാണ് പോയത്. ത്രില്ലറായിട്ട് മാത്രം ഞാനിപ്പോ ഒരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം സ്ക്രിപ്റ്റ് ഒക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. ഫീമെയിൽ ഓറിയന്റഡ് ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആണ്. അത്ര മാത്രമേ നമ്മളിപ്പോ പുറത്തു വിടുന്നുള്ളൂ എന്നുള്ളതാണ് അതിന് സത്യം. ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ പറയൂ. മലയാളമാണോ തമിഴാണോ തെലുങ്കാണോ? വരട്ടെ, അതൊക്കെ നടന്നു കഴിഞ്ഞിട്ട്. റിലീസ് ആവാനുള്ള സിനിമ ഏതെങ്കിലും ഉണ്ട് മലയാളത്തില്? എല്ലാം ഈ പറഞ്ഞ പോലെ ഷൂട്ട് പകുതിയായ കുറെ സിനിമകളുണ്ട്. 48 hours, മാതങ്കി, അങ്ങനെയൊക്കെ 1-2 ചെറിയ ചെറിയ സിനിമകളുണ്ട്. എല്ലാം ഷൂട്ട് പകുതിയായിട്ടിരിക്കുന്നു. ഇപ്പൊ സുരാജിന്റെ ഹെവൻ എന്ന് പറഞ്ഞ പടം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പടങ്ങൾ. ഈ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന എന്താണ്? അഭിനയം അല്ലാതെ അത് കറക്റ്റ് എന്റെ മൂഡ് ഫുഡിനെ ബേസ് ഞാൻ പറയും ഭയങ്കര സ്ട്രെസ് ഈറ്ററാന്ന് പറയും. മേ ബി ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് കൂളാവും. ഞാൻ ഭയങ്കര കൂളാ. പിന്നെ ഉറങ്ങും. ഇപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ അമ്മയും അച്ഛനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങും. അമ്മയൊക്കെ വന്നിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളെ ടെൻഷൻ അടിപ്പിച്ച് അവള് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. നല്ല ടെൻഷൻ സുഖമുള്ള കാര്യമല്ലേ? നല്ല ഉറങ്ങി എണീക്കുമ്പോ യു ഫീൽ അതിന്റെ ഗുണമായി കാണുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ഇപ്പോ വണ്ണമൊക്കെ കുറച്ചു. അതിന് വേണ്ടിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുത്തോ? അത് ഡയറ്റ് എക്സസൈസ് ശ്രമിക്കുന്നുണ്ട്. ഈ 1.5 മാസം ഭയങ്കര ശ്രമമായിരിക്കും. പിന്നെ ആരെങ്കിലും ഇച്ചിരി ഒന്ന് ഒതുങ്ങിന്ന് പറയുമ്പോൾ പിന്നെ ഒരു ആവേശം വരും, പിന്നെ നോർമൽ ഇതിലേക്ക് വരും, വീണ്ടും വികസിക്കും. ഇതന്നെ മറ്റേ ഈ ക്ലൈമറ്റിനനുസരിച്ച് വാതിൽ വികസിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കൂടും കുറയും. ഇതന്നെ നല്ലൊരു ഐശ്വര്യമുള്ളൊരു മുഖം അന്നും ഇന്നും അല്ലേ? ചേട്ടന് ഭാഗ്യത് എന്ത് ചെയ്യാ കേട്ടിട്ട്. AKPK ഫുൾ ഫോം അറിയോ? ആറിയ കഞ്ഞി പഴം കഞ്ഞി. ആറിയ കഞ്ഞി പഴം കഞ്ഞി. പക്ഷെ പഴങ്കഞ്ഞിയാണ് ആരോഗ്യത്തിന്. പഴങ്കഞ്ഞിയാണ് എപ്പോഴും ജീവിതത്തില് ഒരു ഉന്മേഷം പകരുന്നെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കണം. ബാക്കി എന്ത് ബിരിയാണി കഴിച്ചിട്ടും കാര്യമില്ല. ബിരിയാണിയൊക്കെ 2 അടുപ്പിച്ച് കഴിച്ചാൽ പോയി. ചേച്ചി എപ്പോഴെങ്കിലും ഇദ്ദേഹം ഒരു ഡയറക്ടറാണ്, നടനാണ്, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഒരു സിനിമ സംവിധാനം ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ?
അറിയാവുന്ന പണിക്ക് പോയാ പോരെ. പ്രകടിപ്പിച്ചിട്ടില്ല. ഈ ചില ആൾക്കാർ പറയൂലോ, നിങ്ങൾ ചുമ്മാ ഡയറക്റ്റ് ചെയ്തിട്ട് നല്ലൊരു അസോസിയേറ്റിനെ വെച്ചാൽ മതി. അല്ലല്ല, ഞാൻ പറയാറുണ്ട് സീരിയൽസോ ചെറിയ ഷോർട്ട് ഫിലിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യും. ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അതെ അതെ അതെ, പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ താല്പര്യം. അത് ചേച്ചിയുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞതിന് ശേഷമേ ആ പണിക്ക് ഇറങ്ങും. അങ്ങനെ എല്ലാം അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി സിനിമയിലില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, അടുത്ത പടത്തിന് അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയി. എനിക്ക് താല്പര്യമില്ല. എന്താ അത്, ഭാര്യ ഉണ്ടോ ഉറങ്ങിയോന്ന് അന്വേഷിക്കണ്ടേ? അതെ, ഭാര്യ ഉണ്ടോ, അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, അതായത് രണ്ടുപേരും ഒരു റൂമിലാവുമ്പോ റെഡി ആവാനൊക്കെ ഭയങ്കര ലേറ്റ് ആരെങ്കിലും അസിസ്റ്റ് ചെയ്യണം വലിയ ആഗ്രഹമുണ്ട് നമുക്ക്. നമ്മളൊരു അഭിനയം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കണ്ട് ഒബ്സർവ് ചെയ്യുന്നതിന് പരിധിയുണ്ട്. പക്ഷെ നമ്മളൊരു ഡയറക്ടറിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അറിവുകൾ നേടാൻ ആ ഓപ്പർച്യൂണിറ്റി പറ്റുള്ളൂ. അതെനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അതും നമുക്ക് വേറെ ആളുടെ പോവാലോ. ഈ മിഥുൻ വിളിച്ചില്ല, 5-ാം പാതിരയ്ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അതായത് മൊത്തത്തിൽ സിനിമയുടെ കഥ പറഞ്ഞിട്ടാണോ ഇന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞത്? അത് അല്ല, എന്റെ ക്യാരക്ടർ പറഞ്ഞു ഇതിനകത്ത് ഫസ്റ്റ് മർഡർ ആണ്. അപ്പൊ ജനങ്ങളെ ശരിക്കും പേടിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം പിന്നീട് കാണിക്കുന്നതൊക്കെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയായിരിക്കും. എന്റെ മരണം മാത്രമാണ് അതിനകത്ത് വിഷ്വലി കാണിക്കുന്നത്. ഞാനിങ്ങനെ വന്ന് ആരാടാന്നൊക്കെ ചോദിക്കുന്നതും ആ ഇത് മാസ്ക് ഇട്ടിട്ട് തിരിയുന്നതും ഒക്കെ. അപ്പൊ ഫസ്റ്റ് മർഡർ ആയപ്പോ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ. പിന്നെ മിഥുൻ ഞാനും കൂടെ പണ്ടേ, മിഥുൻ ആദ്യത്തെ തിരക്കഥ ഞാനും മിഥുനും കൂടെ ആയിരുന്നു. ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരുന്നു. ആടല്ല, അതിന് മുന്നേ ഒരു പ്രോജക്റ്റ്. അപ്പൊ മമ്മൂക്കയുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് മമ്മൂക്ക ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് പിന്നീട് ഓരോ തടസ്സങ്ങളൊക്കെ വന്നങ്ങ് പോയി. അപ്പൊ അതുകൊണ്ട് അന്ന് മുതലേ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ വിളിച്ചെന്നോട് ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞു. ഒരു ഇത് മാത്രമേ ഉള്ളൂ, മോർച്ചറിയിൽ കിടക്കുന്ന ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി അനുഭവിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് അതിന്റെ ഒരു ബലമുണ്ടായി. സിനിമയും ഭയങ്കര ഹിറ്റായി, വളരെ നല്ലൊരു. അതിനുശേഷം പിന്നെ കുറെ സിനിമകൾ ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചു, കുറെ പടങ്ങൾ ചെയ്തു. ഞാൻ ആർട്ടിസ്റ്റ് വീട്ടിലിരിക്കുക, എന്നേക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്ത് വെച്ചാ. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, രശ്മി ചേച്ചി, ബോബൻ ചേട്ടൻ, നമ്മളെ സമാധാനം, പുള്ളിക്ക് സാരി കൊടുത്ത് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് വരുന്ന വേഷങ്ങൾ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോ അതായത് അതാ പറഞ്ഞ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഒക്കെ വരുമ്പോ അതൊരു രസമല്ലേ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം മാത്രം. അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചേച്ചിയും ഇനി പെട്ടെന്ന് നാളെ നമ്മൾ നോക്കുമ്പോ രശ്മി ബോബൻ സംവിധായികയാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അസിസ്റ്റ് ചെയ്യണം. അതിനെപ്പറ്റി ഒരു നല്ല രീതിയിൽ ധാരണയില്ലാതെ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അതെ, അപ്പൊ എല്ലാം ചടപടയുന്ന ഈ വർഷം തന്നെ അതിനൊക്കെ ഒരു തുടക്കം കുറിക്കട്ടെ. എന്താ പറയാ, പെട്ടെന്ന് കുറെ നല്ല നല്ല സിനിമകൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും. ഒരു സിനിമ ബോബൻ സാമുവൽ കണ്ട ആൾക്കാർ ഇറങ്ങുമ്പോൾ അടുത്തത് രശ്മി പിന്നെ അടുത്ത തിയേറ്ററിൽ പോകുമ്പോ ബോബൻ സാമുവൽ അഭിനയിക്കുന്നു, രശ്മി ബോബൻ അഭിനയിക്കുന്നു. എത്ര മനോഹരമായ സിനിമയിൽ ആരുമില്ല. നമുക്ക് ഇനി നിങ്ങൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഒരു ഗെയിം കളിക്കാനായിട്ട് മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, സോ നിങ്ങൾ ഗെയിം കളിക്കാൻ ഇവിടെ റെഡി ആയി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ്. ഈ പേപ്പറുകളുടെ ഭംഗി നശിപ്പിക്കണം. ഇതിങ്ങനെ ചുരുട്ടി കൂട്ടി ആ കാണുന്ന ബാസ്ക്കറ്റിൽ നിങ്ങൾ എറിയണം. പക്ഷെ എറിയുന്നത് വെറുതെ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗെയിം അല്ലല്ലോ. അപ്പൊ അതായത് ഇപ്പൊ ആദ്യം ബോബൻ ചേട്ടനെ കളിക്കണമെന്ന് വിചാരിക്കുക. ചേട്ടൻ ഈ കസേരയിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം, എന്നിട്ട് ഈ പേപ്പർ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം, എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ബാസ്ക്കറ്റിൽ എറിയണം. ഒരു ഡയറക്ടർക്ക് 4 ഭാഗത്തും കണ്ണ് വേണം എന്നാണ് ശാസ്ത്രം. അപ്പൊ അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോ അറിയുമല്ലോ. ഒരു എന്താ, ഒരു സ്ത്രീക്കും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ചുറ്റും കണ്ണുകൾ വേണം, എന്നാലാണ് അവൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ. അത് സത്യമാണോ എന്നറിയാം. ഒരു കണ്ണ് എക്സ്ട്രാ കൂടുതലുള്ള ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരുടെ കണ്ണിനാണ് ശക്തി കൂടുതലെന്ന് നോക്കാം. അപ്പൊ ആദ്യം ആരാ ഈ ഗെയിം കളിക്കുന്നത്, ഭാര്യയാണോ ഡയറക്ടറാണോ? ഡയറക്ടർ. ശരി, അപ്പൊ എന്തായാലും ആദ്യം ബോബൻ ചേട്ടൻ അവിടെ ഇരുന്നോളൂ. വേണമെങ്കിൽ ഫസ്റ്റ് ഒന്ന് നോക്കി വെച്ചോട്ടോ ഈ ബാസ്ക്കറ്റിന്റെ പൊസിഷൻ. ഇല്ല, പറ്റും. എത്ര എണ്ണം എറിയണം? അതായത് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര ബോൾസ് ചുരുട്ടി എറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. ചുരുട്ടിക്കോ, നന്നായിട്ട് ചുരുട്ടി. അങ്ങനെ തന്നെ പോരട്ടെ, അതന്നെ എറിഞ്ഞോ. വെരി ഗുഡ്. അല്ല, വെരി ഗുഡ്.
ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഇത്തിരി പൊക്കി എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതായത് ചേട്ടന് ഇച്ചിരി ചെരിവുണ്ട്. നേരെ എറിയ കറക്റ്റ് വെരി ഗുഡ്. അത് ഒരുപാടൊക്കെ വീശലായി പോയി. ഒന്നില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതായത് ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഇരിക്കുന്ന. നാരോ എസ്കേപ്പ്. ഗെയിം ഇപ്പൊ തീരും. 1 മിനിറ്റ് സമയം. ഇപ്പൊ നമ്മൾ ചെരിച്ചു വെച്ചിരിക്കട്ടോ. ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അയ്യോ, തൊട്ടടുത്താണ് എല്ലാം വീഴുന്നത്. അതാണ് എന്റെ സങ്കടം. ലാസ്റ്റ് അവസാന നിമിഷത്തിലേക്കുള്ള പോക്കാണ്. ഈ മഞ്ഞ ചേട്ടൻ വീഴ്ത്തും. സോ നമ്മുടെ സമയം തീരും. റെഡി, 1 2 3 4 5 6. ടൈം ഔട്ട്. ഇനി നേരെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നേരെ പറ്റൂല, കാണാതെ പറ്റൂല. എന്ത് ചെയ്യാതെ വർണ്ണശബളമായ എത്ര മനോഹരമായ പേപ്പറ. പക്ഷെ ചേട്ടൻ എറിഞ്ഞത് കണ്ടോ, മിക്കതും ഈ തൊട്ടടുത്താണ്. ശരി, പോട്ടെ. അപ്പൊ ഒരു ബോള് അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും വീഴ്ത്താൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് രശ്മി ചേച്ചിയുടെ സമയമാണ്. ചേച്ചി എത്ര എണ്ണമാണ് വീഴ്ത്താൻ നോക്കാം. റെഡി? അപ്പൊ റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. കുറച്ച് ഹൈറ്റിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. കർപ്പറ്റെന്നല്ലേ അതിലേ ഇടുള്ളൂ. അയ്യോ, ചേച്ചി പൊക്കെറിയ. അതന്നെ, അതേപോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. കുറച്ചുകൂടെ വലിച്ചെറി. ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സമ്മാനമുണ്ട്. ചേച്ചി അതേപോലെ എറിയണം, അതേപോലെ സെയിം. തൊട്ടടുത്ത് വലിച്ചെറി. കുറച്ചുകൂടി ഒരു ഫോഴ്സിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും. പക്ഷെ ചെരിഞ്ഞു പോരുത്. അയ്യോ, അതുപോലെ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. രണ്ടുപേര് തോക്കോ? എന്റെ സമ്മാനം, വിലപിടിപ്പുള്ള സമ്മാനം ഞാൻ ആർക്ക് കൊടുക്കും? ഒരെണ്ണം ഇട്ട ചേച്ചി ജയിക്കും. അയ്യോ, ക്ഷീണിച്ചു. പേപ്പർ സമയം കഴിയാറായി. വീണോ? ഇതാണ്. ഇനി ചേച്ചി ഒന്നും കൂടി ശ്രമിച്ചോ. ചേച്ചി ജയിച്ചു. സമയം തീരുന്നവരെ ശ്രമിച്ചോ. അതേപോലെ തന്നെ എറിഞ്ഞോ. ഇപ്പൊ മനസ്സിലായല്ലോ ഭാര്യമാരുടെ കണ്ണിന്റെ പവർ. സമയം തീരാറായി. ജസ്റ്റ് മിസ്. പക്ഷെ അത് സൂപ്പർ. എന്തായാലും സമയം കഴിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്. കണ്ടോ, നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്ന ഷോ തന്നെ നമ്മൾ സ്ത്രീകളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീ വിജയിച്ചിരിക്കുകയാണ്. ഒരു ബോൾ എറിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് ഭാര്യയ്ക്ക് പിന്നിലും മുന്നിലും ഒക്കെ കണ്ണെടുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ തോറ്റതിന് അഭിനന്ദനങ്ങൾ. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. ജയിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ. അപ്പൊ ആദ്യം നമ്മള് രശ്മി ചേച്ചിക്കുള്ള സമ്മാനം കൊടുത്തിട്ട് ബോബൻ ചേട്ടനുള്ള പണിഷ്മെന്റ്. ഓക്കെ, റെഡി? യെസ്. ശരി, ഇനി നമുക്ക് ബോബൻ ചേട്ടന്റെ ഒരു പണിഷ്മെന്റ്. സത്യത്തിൽ ഇത് പണിഷ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ബോബൻ ചേട്ടനും രശ്മി ചേച്ചിയും ഇതിലൊരു ഭാഗമാവണം. കാരണം എന്നാലാണ് ഇതിന്റെ ഒരു പൂർണ്ണത വരുള്ളൂ. അപ്പം നിങ്ങൾ രണ്ടുപേരും നല്ല അഭിനേതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വലിയൊരു സംഭവമൊന്നും ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിന്നൽ മുരളി സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലോ, 28 വർഷം. അതെ, അത് വേണ്ട. ആ ഒരു സീൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോലത്തെ ഒരു ശൈലിയിൽ, നിങ്ങളുടെ സ്വന്തം സൗണ്ടിൽ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമോഷൻ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂല. കാരണം എന്ന് വെച്ചാല് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ബേസിന് കുറ്റബോധം. അയ്യോ ചേട്ടാ, അതാണ് ഒരു സംവിധായകന് മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ചേട്ടൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യരുത്. ബേസിലിന്റെ മനസ്സ് തകർക്കരുത്. കുറച്ച് പൊട്ടയായിട്ട് ചെയ്താലും കുഴപ്പമില്ല. 28 വർഷം 28 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. ഒന്നും കളഞ്ഞിട്ടില്ല. എങ്ങനെ പറയണമെന്നും അറിയില്ല.
എന്നുണ്ടാവും എൻ്റെ കൂടെ. കൊണ്ടേ പോ.